ഇനി ഇയാളെ ചേട്ടനൊന്ന് പരിചയപ്പെട്ടാലോ? ഇതാണ് സ്ക്രൂ ഗേജ് അല്ലെങ്കിൽ മൈക്രോമീറ്റർ എന്നൊക്കെ പറയും. ഈ വെർനിയർ കാലിപ്പേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് ചെയ്ത് വെക്കുന്നുണ്ട്, അതൊന്ന് പോയി കണ്ടോട്ടോ ആദ്യം. അപ്പോൾ ഇതിനേക്കാൾ 10 ഇരട്ടി മെഷർമെൻറ്റാണ് നമുക്ക് ഇതിൽ കിട്ടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്ററിൻ്റെ 100ൽ 1 വരെ മെഷർമെൻറ്റ് നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. ഇതിൻ്റെ മെക്കാനിസം വളരെ സിമ്പിളാണ്. 2 സ്കെയിലുണ്ട്, ഒരു മെയിൻ സ്കെയിൽ, ഒരു സർക്കുലർ സ്കെയിൽ. ഒരു നട്ടും ബോൾട്ടും എടുക്കുന്നു എന്ന് വിചാരിക്കാം. ആ ബോൾട്ടിൻ്റെ പ്രത്യേകത അതിൻ്റെ പിച്ച് കറക്റ്റ് 1 മില്ലിമീറ്ററാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ നട്ട് ഞാൻ ഒരു ഫുൾ റൊട്ടേഷൻ തിരിക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് 1 മില്ലിമീറ്റർ ആയിരിക്കും ഇങ്ങോട്ട് നീങ്ങുന്നുണ്ടാവാം. അപ്പോൾ ആ നട്ടിൽ ഞാൻ 0 മുതൽ 100 വരെ സർക്കുലറായിട്ട് അടയാളപ്പെടുത്തുന്നു എന്ന് വിചാരിക്കാം. എന്നിട്ട് അതിലെ 50 ഡിവിഷൻസ് ഞാൻ തിരിക്കുകയാണെങ്കിൽ കറക്റ്റ് 1/2 മില്ലിമീറ്റർ ആയിരിക്കും നീങ്ങുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. ഒരു ഡിവിഷൻ ഞാൻ കറക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.01 മില്ലിമീറ്റർ ആയിരിക്കും ഇത് ലെഫ്റ്റിലേക്ക് നീങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ ചെറിയൊരു മെഷർമെൻറ്റ് എടുത്ത് നോക്കിയാലോ? ഞാൻ വെർനിയർ കാലിപ്പേഴ്സിൻ്റെ തിക്നെസ് തന്നെയാണ് മെഷർ ചെയ്യുന്നത്. അതായത് റീഡിങ്ങിൽ മെയിൻ സ്കെയിലിൽ 5 മില്ലിമീറ്ററും സർക്കുലർ സ്കെയിലിൽ 28 ഡിവിഷനാണ് കിട്ടിയത്. അപ്പോൾ അതിനെ നമുക്ക് 5.28 മില്ലിമീറ്റർ എന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്ത് എഴുതാൻ പറ്റും. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ ഗ്യാപ്പിൽ ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ കറക്റ്റ് 0 ആണ് മെഷർമെൻറ്റ് കാണിക്കേണ്ടത്. അത് കൃത്യം 0.00 കിട്ടുന്ന രൂപത്തിൽ മാനുഫാക്ചർ ചെയ്യുക എന്ന് പറഞ്ഞത് കുറച്ച് ടാസ്ക്കാണ്. ഇപ്പോൾ ഈ സ്ക്രൂ ഗേജ് തന്നെ നോക്ക്, കറക്റ്റ് 0 ആവേണ്ട സമയത്ത് 70ലാണ് ഇതിൻ്റെ റീഡിങ് കാണിക്കുന്നത്. 31 ഡിവിഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൽ 0 കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് എന്ത് മെഷർമെൻറ്റ് എടുത്താലും അതിലൊരു 31 ഡിവിഷൻസ് കൂടുതൽ ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. അതിന് നമ്മൾ 0 എറർ എന്നാണ് പറയാം. അപ്പോൾ സിംപ്ലി അതിൽ നിന്ന് കുറച്ചാൽ മതി. നേരത്തെ കിട്ടിയിട്ടുള്ള ആ വാല്യൂയിൽ നിന്നും 31 ഡിവിഷൻസ് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും വരും. സീ യു ദെൻ. പീസ്.